ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളെ വീട്ടിലെങ്ങനെയാണ് ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ടുള്ള പീസുകൾ ഉണ്ടെങ്കിൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ ജാറിൽ ഒന്ന് കറക്കി എടുക്കുകയാണ്. നല്ല പൗഡറായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഏത് പാനിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ബ്രെഡൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ പാത്രത്തിലുള്ളത് മുഴുവനും ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് ഉണ്ടാക്കാൻ. പിന്നെ എല്ലാ ഭാഗവും നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ മിക്സ് ചെയ്യാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അത് കട്ട പിടിക്കും. അപ്പോൾ ഞാനൊരു 2-3 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം ഗാർലിക് പൗഡർ ആഡ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം. അതേപോലെ ഒരു 1/4 ടീസ്പൂണോളം ഒറിഗാനോ. എന്നിട്ട് വീണ്ടും നമ്മളിത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ബ്രെഡ് ക്രംസിന് നല്ല ഫ്ലേവർ വേണമെങ്കിൽ ഇതെല്ലാം ആഡ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സുകളും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേസിൽ ലീവ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ബ്രെഡിനൊരു നനവ് പോലെ ഉണ്ടാവും. ആ നനവ് ഇതിൽ നിന്ന് മാറി കിട്ടണം. ഞാനിത് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റോളം കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ നനവ് മാറുന്ന വരെ നമ്മളിത് മിക്സ് ചെയ്തിട്ട് കൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ അടിയിൽ പിടിക്കാനും പാടില്ല കേട്ടോ. എന്നാലാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ബ്രെഡ് ക്രംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസിൻ്റെ വെറ്റൊക്കെ മാറി കിട്ടിയിട്ട് നല്ല ഡ്രൈ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നല്ലൊരു വലിയ പാത്രത്തിലോട്ട് ഇത് ചൂടാറാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇതിൽ ചൂടാണെങ്കിലും കൂടിയിട്ട് ഇതിൽ വിയർപ്പ് ഉണ്ടാവും. അതുപോലെ 2 പാത്രത്തിലിട്ടിട്ട് ഇതിൻ്റെ ചൂട് മാറ്റി കിട്ടണം. അപ്പോൾ നല്ല രീതിയിൽ ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബ്രെഡ് ക്രംസ് അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ നമ്മൾ ഗാർലിക് പൗഡറും മറ്റേ സീസണിങ്ങും ഒക്കെ ചേർത്തത് കൊണ്ട് നല്ല ഫ്ലേവറാണ് ഈ ബ്രെഡ് ക്രംസിന്. അതുപോലെ തന്നെ നല്ലൊരു മണവും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഏത് സ്നാക്സ് ഉണ്ടാക്കിയാലും നല്ല ഫ്ലേവറായിരിക്കും നമ്മളെ സ്നാക്സുകൾക്ക്. അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റും കൂടുതലാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു 10 മാസം ചുരുങ്ങിയത് നല്ല എയർ ടൈറ്റ് പാത്രത്തിൽ വെള്ളമൊന്നും ഇല്ലാതെ അടച്ചു വെക്കുകയാണെങ്കിൽ 10 മാസം ചുരുങ്ങിയത് ഇരിക്കും കേട്ടോ. പെർഫെക്റ്റ് ആണ്. അത്രയും 100% ഞാൻ ഉണ്ടാക്കിയിട്ട് ഉറപ്പുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇത് ഞാൻ ഒരു 5-6 മാസം മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ്. ഇതുപോലെ ഒരു ഡപ്പയിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഒരു കുഴപ്പമില്ല, അടിപൊളി സെയിം ഫ്ലേവർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ചൂടാറിയതിന് ശേഷം ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഈ പാത്രത്തിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല വെറ്റായിട്ട് തന്നെ ഈ പാത്രം ഇരിക്കേണ്ടത്. നമുക്ക് ഒരുപാട് കാലം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ബ്രെഡ് ക്രംസിൻ്റെ വീഡിയോ ആയിരുന്നു ഇന്നത്തേത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.